ചിലപ്പോഴൊക്കെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് വാശിയാണ്. നമ്മൾ തോറ്റു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ ജയിച്ചു കാണിക്കണം എന്ന വാശി. നിങ്ങൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ തുനിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്ക് ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരും. അറിവ് മാത്രമാണ് ഒരു വ്യക്തിയെ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്താൻ സഹായിക്കുന്നത്. അതിനാൽ ഭാവി ജീവിതത്തിലേക്കുള്ള മുതൽക്കൂട്ടാണ് വിദ്യാഭ്യാസം എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ദുഃഖം പങ്കുവയ്ക്കാൻ ആരും ഇല്ലാതിരിക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും ശക്തനാകുന്നത്. നഷ്ടങ്ങളിൽ വച്ച് ഏറ്റവും വലിയ നഷ്ടം സ്നേഹവും നേട്ടങ്ങളിൽ വച്ച് ഏറ്റവും വലുത് വിശ്വാസവുമാണ്. ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല. ഒരു അസ്തമയം ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഉദയവും ഉണ്ടാവും. അങ്ങനെയാണ് ജീവിതവും പ്രകൃതിയും നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ലോകത്ത് ആരും ശ്രേഷ്ഠരോ താഴ്ന്നവനോ അതുല്യനോ എന്നൊന്നില്ല. ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ സമാനതകൾ ഇല്ലാത്തവരാണ്. ബന്ധങ്ങളുടെ വേരുകൾ ശക്തമെങ്കിൽ അകലം ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കാത്തതിനെ ഉപേക്ഷിക്കുവാനുള്ള ധൈര്യം കണ്ടെത്തുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും മഹത്തായ നിമിഷങ്ങളിലൊന്ന്. അമിതമായ ചിന്തകൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക. സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. നല്ല ഓർമ്മകളും നല്ല ചിന്തകളും സന്തോഷവും സ്നേഹവുമൊക്കെ സൂക്ഷിച്ചു വയ്ക്കാനുള്ള പളുങ്ക് പാത്രമാണ് നമ്മുടെ മനസ്സ്. അസൂയയും ദേഷ്യവും വെറുപ്പും സൂക്ഷിക്കാനുള്ള ചവറ്റുകുട്ടയല്ല. ഇടുങ്ങിയ ചിന്താഗതിയിൽ സ്വന്തം സ്വപ്നങ്ങളെ തളച്ചിടാതെ ചിറകുകൾ വിടർത്തി പറക്കാൻ ശ്രമിക്കുക. പുതിയ ആകാശങ്ങൾ നിങ്ങൾക്കായി തുറക്കപ്പെടും. ജീവിത വിജയത്തിനായി ഓടുമ്പോൾ വഴിയിൽ വീണുപോയവർക്ക് ഒരു കൈത്താങ്ങ് നൽകുക. ഒരുപക്ഷെ ഈ ജീവിതയാത്രയിൽ അവർ ആയേക്കാം നമ്മുടെ വെളിച്ചം. പാലിക്കാൻ പറ്റാത്ത വാക്കുകൾ ആർക്കും കൊടുക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് അവ കേവലം വാക്കുകൾ മാത്രമാകാം. പക്ഷെ ചിലർക്ക് അത് പ്രതീക്ഷകളാകാം, സ്വപ്നങ്ങളാകാം. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ കാരണം ആരുടെയും ജീവിതം ഇരുട്ടിലാകരുത്. നമ്മെ രക്ഷിക്കാൻ നമുക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. നമ്മൾ നടക്കേണ്ട ദൂരം തീർക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആത്മവിശ്വാസം കൈവിടാതെ പ്രവർത്തിച്ചാൽ അവിശ്വസനീയം എന്ന് നമ്മൾ കരുതിയത് പോലും നമ്മളിൽ എത്തിച്ചേരും എന്നതാണ് യാഥാർത്ഥ്യം. സ്ഥാനങ്ങളല്ല നമ്മളെ ഒരു മികച്ച ലീഡർ ആക്കുന്നത്. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് മാത്രമേ നമുക്ക് മറ്റുള്ളവർക്കിടയിൽ ഉന്നതനാകാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ജീവിതത്തിൽ നല്ലത് മാത്രം ചെയ്യുന്നവർ ആണെങ്കിൽ പോലും ആളുകൾക്കിടയിൽ നമ്മളെ കുറ്റം പറയുന്നവർ ഉണ്ടാകും. അതാണ് ജീവിതം. വിശ്വാസം കുടുംബ ബന്ധത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. പരസ്പരം വിശ്വാസമില്ലെങ്കിൽ ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാൻ കഴിയില്ല. പരാജിതർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് വിജയിച്ചവർ ശീലിച്ചെടുക്കുന്നത്. വിജയിക്കാൻ തീരുമാനിച്ചവർ ഒരിക്കലും പരാജയത്തെ ഭയപ്പെടുന്നില്ല. നമ്മുടെ പരാജയങ്ങൾക്ക് കാരണം നമ്മുടെ മാർഗങ്ങളാണ്. ആദ്യം മാർഗങ്ങളെ പൊളിച്ചു പണിയുക, പിന്നീട് പരിശ്രമിക്കുക. വിജയം നമ്മിലേക്ക് വരും. നിങ്ങൾ ധൈര്യത്തോടെ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ ജീവിതം വളരെ എളുപ്പമാണ്. നിങ്ങളുടെ അത്യാഗ്രഹത്തിനായി മാത്രം ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഫലപ്രദമാകില്ല. മിണ്ടാനും പറയാനും ആരുമില്ലെന്ന് തോന്നുമ്പോൾ ഒറ്റയ്ക്കിരിക്കാൻ പഠിക്കുക. എങ്കിലും ആരോടും കെഞ്ചരുത്. എത്ര ശ്രമിച്ചാലും മായ്ക്കാൻ കഴിയാത്ത ചില ഇന്നലെകളുണ്ട്. ഓർക്കും തോറും മുറിവിൻ്റെ ആഴം കൂട്ടുന്ന ചില ഓർമ്മകൾ. തെറ്റായ പാതയിലൂടെ കൂടുതൽ ആളുകളും ഒന്നിച്ച് നടക്കുന്നതിനേക്കാൾ നല്ലത് ശരിയായ പാതയിലൂടെ തനിച്ച് നടക്കുന്നതാണ്. നമ്മളെ അസ്വസ്ഥരാക്കുന്ന ചിന്തകളെ ഒഴിവാക്കിയില്ല എങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസത്തെയും നമ്മളെന്ന വ്യക്തിയെയും തന്നെ ഇല്ലാതാക്കിയേക്കാം. ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിലും നമ്മൾ എവിടേക്കാണ് പുറപ്പെട്ടത് എന്ന് വ്യക്തമായ ധാരണ മനസ്സിൽ ഉണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താം. പരാജയം ഒന്നിൻ്റെയും അവസാനമല്ല. അത് നമുക്കുള്ള പ്രചോദനമായി മാത്രം കരുതുക. വർഷങ്ങളോളം ഒരാൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആയിരിക്കാം.
അയാൾ നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്ത് അല്ലായിരുന്നു എന്ന് തിരിച്ചറിയുവാനും അതേ വർഷങ്ങൾ തന്നെ എടുത്തേക്കാം. ഓരോ പുലരിയെയും ജീവിതത്തിലെ പുതിയ അവസരമായി കാണുന്നവർക്ക് എങ്ങനെയാണ് നഷ്ടത്തെക്കുറിച്ചോർത്ത് വേദനിക്കാൻ കഴിയുക?